നമുക്കിന്നൊരു സാമ്പാർ വെച്ചാലോ? അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ സാമ്പാറിൽ എന്ത് ഇത്ര പുതുമ, എല്ലാവരും വീട്ടിൽ വെക്കണതല്ലേ എന്നിട്ടാ. പല വീടുകളിലും പല രീതിയിലാണല്ലോ വെക്കണത്. ഞങ്ങളിവിടെ എങ്ങനെയാണ് വെക്കണേ എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ പരിപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉലുവ 1 ടീസ്പൂൺ, ഉഴുന്ന് 1 ടീസ്പൂൺ ഇട്ടിട്ട് വറുത്തെടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ വെണ്ടയ്ക്ക വെളിച്ചെണ്ണയിൽ വാട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വെണ്ടയ്ക്ക കഷ്ണങ്ങളുടെ ഒപ്പം ഇടുമ്പോൾ വെണ്ടയ്ക്ക അലിഞ്ഞു പോകും കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെന്ത പരിപ്പിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് വേവിച്ചെടുക്കുക. വിസിലടുപ്പിക്കേണ്ട, അല്ലെങ്കിൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. പകുതി വേവായി കഴിയുമ്പോഴാണ് തക്കാളിയും വെണ്ടയ്ക്ക ഇടുക കേട്ടോ. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ചൂടാക്കിയതും ഒരു കഷ്ണം പച്ചക്കായം, ഞങ്ങളിവിടെ LGയുടെ കായാണ് എടുക്കുക, അതും ഇട്ട് കൊടുക്കുക. എന്നാലേ ആ സാമ്പാറിനൊരു മണം കിട്ടുള്ളൂ. പിന്നെ ഉലുവ ഉഴുന്നും പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി വെന്ത് വരുമ്പോൾ കടുക് പൊട്ടിച്ച് സാമ്പാർ പൊടി ഇട്ട് കാച്ചെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ.